ഹായ് നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് പ്രീമിയർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സീ ഫുഡ് കമ്പനിയിലാണ്. ഇവിടെ നമ്മൾ 1000 ലിറ്ററിൻ്റെ 2 വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ 2 ബിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതും അതെങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ബിന്ന് വരുന്നത്. ഇത് 1000 ലിറ്ററിൻ്റെ ബിന്നാണ്. ഇത് സയൻറ്റിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ബിന്നാണ്. കാരണം ഇതിനൊരു ഫോൾഡിങ്സ് ഉണ്ട്. ഓരോ 5 ഇഞ്ചിലും ഒരു ഫോൾഡിങ്സ് ഉണ്ട്. ഈ ഫോൾഡിങ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് പ്രോപ്പറായിട്ട് എയർ ഇതിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫോൾഡിങ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അകത്ത് എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നോടെ കാണിച്ചു തരാം. നമ്മളെപ്പോഴും ഒരു ബിന്നിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗത്ത് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് തിക്നെസ്സിൽ നമ്മുടെ ഈ കൾച്ചർ ഇട്ടിരിക്കണം. അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പറായിട്ട് കാരണം ഇത്രയും ബൾക്ക് വേസ്റ്റ് വരുന്നതാണ്. ആ വേസ്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ലീച്ചിട്ട് അബ്സോർബ് ചെയ്യാനും അതിനകത്ത് ആ ബാക്ടീരിയയുടെ ഫംഗസിൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് വരാനുമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നിങ്ങൾ അങ്ങോട്ട് അടുത്ത് ഇതൊന്ന് നമ്മൾ സ്വയം ചെയ്യുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഒരാൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പിന്നെ എന്താണ് ചെയ്തത്, ഇതെന്താണ് ചെയ്തത്, സ്വയം ചെയ്യുക. നമ്മൾ ആദ്യം 4 ഇഞ്ച് ഈ ഒരു തിക്നെസ്സിൽ 4 ഇഞ്ച് തിക്നെസ്സിൽ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ വേസ്റ്റാണുള്ളത്. ഇതാണ് നമ്മുടെ വേസ്റ്റ്. അപ്പോൾ ഈ വേസ്റ്റാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് വിരിഞ്ഞ് വീഴും. ക്ലോറിൻ്റെ അംശം ഉണ്ടാകാൻ സാധ്യത. അതിന് ക്ലോറിൻ അതുകൊണ്ടല്ലേ കുഴപ്പമില്ല. കൾച്ചർ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും മാത്രമേ. ക്ലോറില്ലാത്തതായാലും വ്യവസ്ഥ വരികയാണ്. അകത്ത് ക്ലോറിനെ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ നമ്മളിങ്ങനെ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ആ മുപ്പല്ലി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ചിരണ്ടി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എല്ലാം 4 ദിവസം ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് പരക്കുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കൾച്ചർ എടുക്കാം. ഇനി ഇതിനെ കവർ ചെയ്യണ രീതിയിൽ ഇതിങ്ങനെ കവർ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് പഠിച്ചു വരുന്നത് വരെ ഇങ്ങനെ കവർ ചെയ്തിടുക. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ എത്ര അളവ് വേണമെന്നുള്ളത് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ആ അളവ് അത് മാത്രം മതി. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത് അറിയാൻ പറ്റും എത്രത്തോളം ഇടണം. പിന്നെ നിങ്ങൾ കണ്ണുടച്ചിട്ടാണ് ഈ സംഭവം ശരിയാവും. പഠിക്കുന്നവരെ നമ്മളത് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തിട്ടാലും അത് കവർ ചെയ്യണം. കാരണം അങ്ങനെ അപ്പൊ അത് ചെയ്യുമ്പോഴേ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുക. മറ്റേ വേസ്റ്റ് എടുത്ത് ഒന്നിച്ചിടാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള ബില്ല് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് വേസ്റ്റും ഒക്കെ ഇട്ട് ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത് ഇതൊരു ഫിഷ് എക്സ്പോർട്ടിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഫിഷിൻ്റെ വേസ്റ്റാണ് വരുന്നത്. അതും ഒപ്പം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളെല്ലാം ആണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1000ൻ്റെ 2 ബില്ലും അതിനുള്ള ഇനോക്കുല 250 കിലോ ഇനോക്കുലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള നാസർക്കയുടെ ഒരു ബൈറ്റും കൂടെ എടുത്തിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുത്തതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.